ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 2 മത്സരങ്ങളാണ് കളിച്ചത്. ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിരുന്നു, എതിരില്ലാത്ത 8 ഗോളുകൾക്കാണ്. പക്ഷേ മുംബൈ സിറ്റി അവരുടെ റിസർവ് ടീമിനൊക്കെയാണ് ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുപ്പിക്കുന്നത്. രണ്ടാം മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ പ്രൊമോഷൻ നേടി ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടി ISL എത്തുന്നു. ഒരു ശരാശരി അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട പ്രകടനമൊക്കെ കാഴ്ചവെച്ച ടീമായിരുന്നു റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിക്കെതിരെ മത്സരം ബ്ലാസ്റ്റേഴ്സ് സമനിലയായിരുന്നു. ഐമനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. എന്തായാലും നിലവിൽ പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അടുത്ത റൗണ്ട് കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന മത്സരങ്ങളായാലും ഇനി അടുത്ത റൗണ്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തരായ എതിരാളികൾക്കെതിരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് മത്സരം വരാനുള്ളത്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. കാരണം ഡ്രിൻസിച്ചൊക്കെ നിലവിൽ ശരാശരി പ്രകടനം മാത്രമാണ് ഈ ഒരു പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കാഴ്ചവെച്ചത്. നമുക്കറിയാം, ലെസ്കോവിച്ച് ഒക്കെ ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ ഒരു വൻമതിലായിരുന്നു ലെസ്കോ. അദ്ദേഹം ഒരു ലാസ്റ്റ് മാൻ ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിഫൻഡറായി അദ്ദേഹം ഉണ്ടായിരുന്നു. ലെസ്കോ പലതവണ രക്ഷകനായി എത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ഡിഫൻഡറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. കോയിഫ് വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഡ്രിൻസിച്ച് ബ്ലാസ്റ്റേഴ്സിൽ ലെസ്കോക്ക് പകരക്കാരനാകുമെന്ന് തന്നെയായിരുന്നു എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിലും അദ്ദേഹം ആ രീതിയിലുള്ള ഒക്കെ പ്രകടനമാണ്. പക്ഷേ കഴിഞ്ഞ സീസൺ അവസാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഫോം നഷ്ടപ്പെട്ടു. നിലവിലെ സാഹചര്യവും പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലേക്ക് ഒരു ശരാശരി പ്രകടനം മാത്രമാണ് ഡ്രിൻസിച്ച് കാഴ്ചവെച്ചത്. ശരിക്കും എതിർ താരങ്ങളുടെ കൂടെ ഓടാൻ കഴിയാത്ത രീതിയിലുള്ള ചില മത്സരങ്ങളിൽ ചില രംഗങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വന്നു. എന്തായാലും വരാനിരിക്കുന്ന കോയിഫ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് ശരിക്കും ഒരു ലെസ്കോക്ക് പകരക്കാരനായിട്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ഒരു യുവതാരമാണ്. എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ ലെസ്കോക്ക് ഒരു പകരക്കാരനായി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാലും ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ അതുപോലെ ഒരു ഡിഫൻഡറെയാണ് ആവശ്യം. കാരണം മുന്നേറ്റ നിലയിൽ നോവ സൊതോയ്, പെപ്ര, അതുപോലെ ലൂണ കൂട്ടുകെട്ടൊക്കെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പഞ്ചാബ് എഫ് സിക്കെതിരെ ഗോളടിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും മുന്നേറ്റ നിരയിൽ ഇതുപോലെ മികച്ച താരങ്ങളുള്ള സമയത്ത് ഡിഫൻസിലെ പോരായ്മകൾ വന്നത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലും കാര്യങ്ങൾ മോശമാകും. എന്തായാലും സ്റ്റാറയുടെ ഈ വരും മത്സരങ്ങളിലെ അല്ലെങ്കിൽ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പിയവുകൾ ഡിഫൻസിലെ പിയവുകൾ മാറ്റുക എന്നത് തന്നെ ആയിരിക്കും സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നതും വരും മത്സരത്തിൽ മാറ്റിയെടുക്കേണ്ടതും. എന്തായാലും കോയിഫ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമ്പോൾ ഡിഫൻസിലെ കാര്യങ്ങൾ മറിയേണ്ടതുണ്ട്. ഡിഫൻസ് കുറച്ചുകൂടി കരുത്താർജിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫൈനലിലേക്കൊക്കെ ബ്ലാസ്റ്റേഴ്സിന് എത്തുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ കരുത്തരായ എതിരാളികൾ, ശക്തരായ എതിരാളികൾക്കെതിരെയാണ് മത്സരം വരാനുള്ളത്. എന്തായാലും കോയിഫ് എത്തുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഒന്നുകൂടി സ്ട്രോങ് ആകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 2 മത്സരങ്ങൾ കളിച്ചു. 1 വിജയിക്കുകയും 1 സമനിലയുമായി നിലവിൽ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ്. അടുത്ത റൗണ്ട് കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും സ്റ്റാറയുടെ വലിയൊരു വെല്ലുവിളി തന്നെ ആയിരിക്കും ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. എന്തായാലും ഡ്രിൻസിച്ചൊക്കെ അടുത്ത മത്സരത്തിൽ മികച്ച ഫോമിലേക്ക് എത്തിയ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച വിജയം നേടി 2ാം റൗണ്ടിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും ഇത്തവണയെങ്കിലും ഒരു കിരീടം നേടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഡ്യൂറന്റ് കപ്പ് കിരീടത്തോടു കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടക്കുന്നതെങ്കിൽ ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു ആവേശമായിരിക്കും ISL മത്സരങ്ങളൊക്കെ വരാനിരിക്കുന്നത്.